ഹലോ കൂട്ടുകാരെ, ഇപ്പം ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്ന് ഞാൻ പറയും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പ്രകമ്പനം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ല എന്നറിയാം. അധികം പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ വന്ന് തിയേറ്ററുകൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പ്രകമ്പനം. ജോണർ കോമഡിയാണ്. അതുകൊണ്ട് തന്നെ കോമഡി ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഹൊറർ കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തീർച്ചയാണ്. ഒന്നും നോക്കണ്ട, നിങ്ങൾ നേരെ സിനിമാർക്ക് സൈറ്റിൽ പോയി നോക്കുക. എത്ര ആൾക്കാർ കയറുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയപ്പെടും. മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വിജയിച്ച പടങ്ങൾ ഒരുപാടാണ്. അങ്ങനത്തെ ഒരു സിനിമയാണ് പ്രകമ്പനം. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ പൊളി അഭിനയമാണ്. പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത അഭിനയം. അതായത് മല്ലിക സുകുമാരൻ എൻ്റെ റോള് വേറെ, അത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് വേറെ ആർക്കും ആ റോള് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയാണ്. പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരാളുണ്ട് കേട്ടോ, ഒരു ചേട്ടൻ. ആ ചേട്ടൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. ഇനി മുമ്പോട്ട് മലയാള സിനിമ കോമഡി നടന്മാരായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഈ പടം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന വിജേഷ് പാനത്തൂർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പടം നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടമാണ്. നല്ല കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചൊന്നും പറയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് മ്യൂസിക് ചെയ്ത ബിബിൻ അശോകാണ്, അറിയാലോ. ബിബിൻ അശോക് പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട് മ്യൂസിക്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തവരും ഈ പടം എലിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് അവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് വിജയിക്കുകയും ചെയ്തു. നമുക്ക് ഒരുമിച്ച് തിയേറ്ററിലിരുന്ന് ചിരിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമ, ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാൻ പറ്റുന്നൊരു സിനിമ എന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ വലിയ ലോജിക്കും ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കുന്നവർ ഒരിക്കലും ആ വശത്തേക്കേ പോകണ്ട. പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കണ്ട് നമുക്കൊരു കോമഡിയൊക്കെ കുടുംബസമേതം പോയി കാണാൻ പറ്റുന്നൊരു ചിത്രമാണ് ഈ പ്രകമ്പനം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടൊരു സബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ അവർ ആ സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മളെ ചിരിപ്പിച്ച് പടം കണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സംതൃപ്തി തരുന്ന ഒരു പടം എന്നാണ് ഞാൻ പ്രകമ്പനത്തെ പറയുന്നത്. പണി സിനിമയിലെ നമ്മുടെ ഡോണായിട്ട് അഭിനയിച്ച സാഗറിൻ്റെ അഭിനയം നിങ്ങൾക്കറിയാലോ. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതുവരെ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വില്ലൻ പെർഫോമൻസൊക്കെ ചെയ്തു വന്ന സാഗർ ഇതിനകത്ത് ചെയ്തേക്കുന്ന ഒരു പെടയുണ്ട്, കോമഡി മോനെ, നമ്പർ 1 സാധനം. അപ്പം സാഗർ, ഗണപതി, അമീൻ എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ നവാസിക്കയാണ്. നവാസിൻ്റെ അവസാന സിനിമയാണ് ഇത്. അത് സ്ക്രീനിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും സങ്കടം വരാം. കാരണം പുള്ളിയൊക്കെ എവിടെ നിൽക്കേണ്ട ആളായിരിക്കും. അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാട്, ഇവർ രണ്ടും നല്ല ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പടം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. നിങ്ങളൊന്നും നോക്കേണ്ട, സിനിമാർക്കിൻ്റെ സൈറ്റ് എടുക്കുക, നോക്കുക, പ്രകമ്പനം പോയി കണ്ടു. ഡാലസിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബൈ.